പുതിയ പുതിയ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ റീസെൻ്റ്ലി ഞാൻ ട്രൈ ചെയ്തൊരു റൈസിൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ പേര് കേൾക്കാൻ തന്നെ നല്ല രസമാണ്. ചിക്കൻ ഹനീദ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മസാലയാണ്. ആ മസാലക്കൂട്ടാണ് ആ റൈസിനൊരു ഫ്ലേവറൊക്കെ കൊടുക്കുന്നത്. അപ്പം വളരെ സിമ്പിളായിട്ട് മസാലക്കൂട്ട് ഉണ്ടാക്കാം. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് എരിവിനനുസരിച്ചുള്ള കുരുമുളക്, ജീരകം, ഏലയ്ക്ക, ഗ്രാമ്പൂ, പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത്ര ഐറ്റംസ് മതി. ഇത് നല്ലോണം നമുക്കൊന്ന് വറുത്തെടുക്കാം. വറുത്ത് ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞിട്ട് നമുക്കിത് ചെറിയ മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ചെറിയ തീയിലിട്ട് ഇതെല്ലാം ഒന്ന് നല്ലോണം വറുത്തെടുക്കാം. മസാല എല്ലാം പൊടിച്ച് സെറ്റായി വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ എടുത്തിട്ട് നമുക്ക് ഫോർക്ക് വെച്ചിട്ട് അതിലെല്ലാം ഒന്ന് കുത്തി മസാലയെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. അത് കഴിഞ്ഞിട്ട് ആ ചിക്കനിലോട്ട് നമുക്ക് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല കൂട്ടിയിട്ടിട്ട് നല്ലോണം പുരട്ടിയെടുക്കാം. ഈ മസാലപ്പൊടിയുടെ കൂടെ നമുക്കിതിലേക്ക് 2 സ്പൂൺ വിനാഗിരിയും കുറച്ച് ആവശ്യത്തിന് ഉപ്പും പിന്നെ മാഗി ക്യൂബ്സ് ഉണ്ടെങ്കിൽ 2 മാഗി ക്യൂബ്സും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് പുരട്ടിയെടുക്കാം. മാഗി ക്യൂബ്സിന് ഓൾറെഡി കുറച്ച് ഉപ്പുള്ളതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. എല്ലാം ഒന്ന് സെറ്റാക്കി നല്ലോണം ഒന്ന് പുരട്ടിയെടുത്തിട്ട് നമുക്ക് കുറച്ച് സമയം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എല്ലാം ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് കുറച്ചധികം വെള്ളം ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം. വെള്ളം ഏറെ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചിക്കൻ്റെ സ്റ്റോക്ക് നമുക്ക് ആവശ്യമുണ്ട്. അത് നമ്മൾ അരി വേവിക്കുന്ന സമയത്ത് ആ സ്റ്റോക്കും കൂടെ ഒഴിച്ചിട്ടാണ് അരി വേവിക്കുന്നത്. അപ്പം നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചോറിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം. കുറച്ച് സവാള, തക്കാളി, ക്യാപ്സിക്കം, ഇത്ര ഐറ്റംസ് മതി. നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിലൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യാം. സ്പൈസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഗ്രാമ്പൂ, കുറച്ച് പെരിഞ്ജീരകം, പിന്നെ ഏലക്ക വേണ്ടവർക്ക് ഏലക്ക ചേർക്കാം, പിന്നെ പട്ട, ഇത്രയും ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ സവാള ചേർക്കാം. സവാള ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം ഒന്ന് വഴറ്റി സെറ്റായി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാം. അപ്പോൾ സവാള എല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ക്യാപ്സിക്കവും തക്കാളിയും ഇത് രണ്ടും ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴറ്റി സെറ്റായി വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കൻ്റെ സ്റ്റോക്കും ചിക്കനും സെപ്പറേറ്റ് ചെയ്യാം. ഇത് റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് ആ സ്റ്റോക്ക് ഇവിടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് പച്ചമണമൊക്കെ പോയി നല്ലോണം ഒന്ന് വാടി സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ്റെ സ്റ്റോക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. അതിൽ നിന്ന് കുറച്ച് നമ്മൾ മാറ്റി വെക്കണേ. അത് നമുക്ക് ചിക്കൻ വറുക്കുന്ന സമയത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ബാക്കി നമ്മളൊന്ന് അളന്നിട്ട് ഒഴിച്ച് കൊടുക്കണം. കാരണം നമുക്ക് അരിക്കായിട്ട് ഇരട്ടിയായിട്ട് വെള്ളം വേണം. അപ്പോൾ ഇത് ഒഴിച്ചിട്ട് ബാക്കി എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാം. അപ്പോൾ എല്ലാം ഒന്ന് ഒഴിച്ച് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർക്കാം. അരിക്ക് വേണ്ട ഉപ്പും കൂടി ഓൾറെഡി മാഗി ക്യൂബ്സിൽ ഉപ്പുള്ളതുകൊണ്ട് ഒരുപാട് ചേർക്കരുത്. എത്രയാണോ നിങ്ങൾക്ക് നോക്കിയിട്ട് അതിനാവശ്യത്തിന് ചേർത്തിട്ട് എല്ലാം നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ചെല്ലാം ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന അരി ഇതിലോട്ട് ചേർക്കാം. അപ്പോൾ വെള്ളമെല്ലാം ഒന്ന് തിളച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി ചേർക്കാം. അരിയെല്ലാം ഒന്ന് ചേർത്ത് ഉപ്പൊക്കെ ഒന്നുകൂടെ നോക്കി ആവശ്യത്തിനുണ്ടോ നോക്കിയിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ അരി വേവുന്ന സമയം കൊണ്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ചിക്കൻ എല്ലാം ഒന്ന് പെറുക്കി വെക്കാം. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വിതറി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ സ്റ്റോക്കില്ലേ അത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ചിക്കൻ എല്ലാം ഓൾറെഡി വെന്തിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി നമുക്ക്. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് അത് ആ ചിക്കൻ്റെ സ്റ്റോക്ക് കൂടെ ഒഴിച്ചിട്ട് നമുക്കത് ഒന്ന് വറുത്ത് റെഡിയായി വരട്ടെ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരുപാടിട്ട് ഇളക്കണ്ട. ഓൾറെഡി വെന്ത ചിക്കനായതുകൊണ്ട് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവിടെ ഇരുന്നൊന്ന് റെഡി ആവട്ടെ. ചെറിയ തീയിലിട്ട് വെക്ക്. ഈ സമയം കൊണ്ട് നമ്മുടെ അരി റെഡി ആയിട്ടുണ്ട്.
ആഹാ! അടപ്പ് തുറന്ന് വരുമ്പോൾ തന്നെ നല്ല പ്രത്യേക ഒരു ഫ്ലേവറുള്ളൊരു മണം അടിക്കുന്നുണ്ട് കേട്ടോ റൈസിന്. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലോട്ട് ആ വറുത്ത് വെച്ച ചിക്കനെല്ലാം ഒന്ന് പെറുക്കി വെക്കാം. എല്ലാം ഒന്ന് പെറുക്കി വെച്ച് സെറ്റായിട്ട് നമുക്ക് അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ദമ്മിടാം. അപ്പോൾ ഓൾറെഡി എല്ലാം സെറ്റായിരിക്കുന്നുണ്ട്. ചെറിയ തീയിൽ വെക്കാൻ ശ്രദ്ധിക്കണേ. ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് അടച്ചിട്ട് എന്തെങ്കിലും വെയിറ്റ് എന്തെങ്കിലും അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ദമ്മിടാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ദമ്മൊക്കെ പൊട്ടിച്ചിട്ട് അത് തുറക്കുമ്പോൾ കിട്ടുന്നൊരു മണമുണ്ടല്ലോ, നല്ല ഫ്ലേവറുള്ളൊരു റൈസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.